ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഓണം പ്രമാണിച്ച് അടുത്ത ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പഴം നുറുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? പണ്ടുള്ളവരൊക്കെ ഇത് പ്രഭാത ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു തിരുവോണത്തിന്റെ അന്ന്. ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ, എനിക്കറിയില്ല. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. പക്ഷേ കഴിച്ചപ്പം ഉണ്ടല്ലോ, ഒമ്മേ കിടിലോസ്കി സംഭവമാണ്. ഞാനും പിള്ളേരൊക്കെ ശരിക്കും തട്ടി വിട്ടുന്നുള്ളത്. അത്രയും രുചിയാണ്. വളരെ സിമ്പിളുമാണ്. എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. നേന്ത്രപ്പഴം ഒരുപാട് പഴുത്തത് വേണ്ട, മീഡിയം പഴുപ്പേ പാടുള്ളൂ കേട്ടോ. തൊലി ഒരിഞ്ഞ് കുറച്ച് കട്ടിയിൽ തന്നെ നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം. ഇത് ആക്ച്വലി വന്നിട്ട് ചിലർ നമ്മുടെ വിരലിൻ്റെ അത്രയും നീളത്തിലാണ് ഇത് മുറിക്കുക. ഞാൻ അത്രയും അല്ല, ഈ സൈസാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു ബൗൾ ശർക്കര, അത് നമ്മൾ മെൽറ്റ് ചെയ്യണം. ശർക്കര ഉരുക്കണം. അത് ഒരു നൂൽ പരുവം ഒന്നും വേണ്ട, അതൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ശർക്കര പാനി റെഡിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു പാൻ യൂസ് ചെയ്യാം. ആവശ്യത്തിന് നെയ്യ് ഉപയോഗിക്കും. ഞാൻ നെയ്യിൻ്റെ അളവ് കുറയ്ക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. അരിഞ്ഞു വെച്ച പഴം ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ ഇത് നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ടാണ് അടിക്ക് ഒട്ടിയിരിക്കുന്നത്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യും നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യേണ്ട. സ്റ്റീൽ അല്ലെങ്കിൽ ഉരുളിയിൽ ചെയ്യാം. ലേശം തേങ്ങാപ്പാൽ ഒഴിച്ച് വഴറ്റി വരുമ്പോൾ നമ്മൾ കുറുക്കി വെച്ച് ശർക്കര പാനി ഒഴിച്ച് നന്നായി കുറുകി വരണം. കണ്ട അടിപൊളി സ്മെല്ലായിരിക്കും ഈ സമയത്ത്. കുറുകി വരുമ്പം ഒരു നുള്ള് ഏലക്കപ്പൊടിയും പിന്നെ ഒരു നുള്ള് ചുക്ക് പൊടിയും ഇതിട്ട്, പിന്നെ ചിരണ്ടിയ നാളികേരം അതും കൂടി ഇട്ട്, തേങ്ങാപ്പാൽ ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്നും കൂടി നന്നായി ബ്ലെൻഡായി കുറുകി വരുമ്പോൾ എൻ്റെ പൊന്നോ, ഈ സമയത്ത് ആ സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു മണം കിട്ടുള്ളൂ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുന്നില്ല, എൻ്റെ വായിന്ന് ഇപ്പോഴേ വെള്ളം പറയുന്ന അത്രയും രുചിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത് പപ്പടം കൂട്ടി തന്നെ കഴിക്കണം. അപ്പോൾ ഈ തിരുവോണത്തിന് പ്രഭാത ഭക്ഷണം ഇതാക്കിയാലോ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നേ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലവ് യു ഓൾ. ബൈ.